യുക്രൈൻ സന്ദർശിക്കാനൊരുങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരം ഓഗസ്റ്റ് 23-നാണ് സന്ദർശനം. 30 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായ ശേഷം ഇതാദ്യമായാണ് മോദി യുക്രൈനിലെത്തുന്നത്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നിശ്ചയിച്ച പോളണ്ട് സന്ദർശനത്തിന് ശേഷമാകും മോദി യുക്രൈനിലെത്തുക. യുക്രൈനിന്റെ ദേശീയ പതാക ദിനത്തോടനുബന്ധിച്ചാണ് മോദിയുടെ സന്ദർശനമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ രേഖകൾ ഒപ്പിടുമെന്നും യുക്രൈനിയൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം റഷ്യയിലും സന്ദർശനം നടത്തിയിരുന്നു. അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനെ മോദി ആലിംഗനം ചെയ്തതിൽ യുക്രൈൻ അതൃപ്തി അറിയിച്ചിരുന്നു. സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച നടത്തും. അതേസമയം റഷ്യയുടെ 1250 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും 92 സെറ്റിൽമെന്റുകളും യുക്രൈൻ പിടിച്ചെടുത്തെന്ന് വ്യക്തമാക്കി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്തെത്തി. റഷ്യയുടെ കസ്ക് മേഖലയിൽ യുക്രൈൻ സൈന്യം നടത്തിയ അധിനിവേശം സ്ഥിരീകരിക്കുന്നതാണ് സെലൻസ്കിയുടെ വെളിപ്പെടുത്തൽ. റഷ്യൻ വ്യോമ മേഖലയിൽ യുക്രൈൻ വലിയ ഡ്രോണാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട്. ഈ മാസം 14-ന് യുക്രൈൻ സൈന്യം റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കൃത്യവും സമയോചിതവും ഫലപ്രദവുമായ ആക്രമണമെന്നാണ് സെലൻസ്കി ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. യുക്രൈൻ ഡ്രോണുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചത്. എന്നാൽ ഡ്രോണുകൾ കൊണ്ട് മാത്രം ചെയ്യാനാകാത്ത കാര്യങ്ങൾ അവിടെയുണ്ട്. സെലൻസ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. യുക്രൈനെ ലക്ഷ്യം വെച്ച റഷ്യയുടെ 29 ഡ്രോണുകൾ യുക്രൈൻ വ്യോമസേന തകർത്തെന്നാണ് റിപ്പോർട്ടുകൾ. എയർക്രാഫ്റ്റ് മാതൃകയിലുള്ള 117 ഡ്രോണുകളും 4 മിസൈലുകളും തകർത്തതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ ആക്രമണങ്ങളെ തുടർന്ന് റഷ്യൻ ഗവർണർ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പുറപ്പെടുവിച്ചിരുന്നു. ഷെല്ലാക്രമണവും ഡ്രോണാക്രമണവുമാണ് യുക്രൈൻ നടത്തിയതെന്നാണ് അമേരിക്കൻ മാധ്യമമായ NPR റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ അതിർത്തിയോട് ചേർന്ന ബെൽജോറോഡിലാണ് ആക്രമണം നടന്നത്. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ യുക്രൈനിന്റെ സഖ്യകക്ഷികൾ അനുമതി നൽകണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ യുക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈൻ ആക്രമണം കടുപ്പിച്ചതോടെ കുർസ്കിലും ബെൽഗരോദിലും നിന്നായി 1.3 ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടെ റഷ്യൻ സൈന്യത്തിന് നേരെ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അകപ്പെട്ട് തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. അപകടത്തിൽ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് കൊല്ലപ്പെട്ടതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. സന്ദീപ് റഷ്യൻ സൈന്യത്തോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. 36 വയസ്സായിരുന്നു. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നതായും പറയുന്നു.